യുഎഇയിൽ നാളെ ഐക്യദാർഢ്യ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അബുദാബിയെ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് നാളെ 4 വർഷം തികയുന്ന സാഹചര്യത്തിലാണ് ആഹ്വാനം. എല്ലാ വർഷവും ജനുവരി 17-ന് യുഎഇയിലെ ജനങ്ങൾ കാണിക്കുന്ന ദൃഢനിശ്ചയം, ഐക്യം, ഐക്യദാർഢ്യം എന്നിവയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നതായി ഷെയ്ഖ് ഹംദാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു. രാജ്യത്തിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും ആഗോളതലത്തിൽ അതിന്റെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നതിനുമായി എല്ലാവരും ദേശീയ പതാകയ്ക്ക് പിന്നിൽ അഭിമാനത്തോടെ നിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നാളെ രാവിലെ 11 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ദേശീയ ഗാനം കേൾക്കാൻ ദേശീയ മാധ്യമങ്ങൾ പിന്തുടരാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2022 ജനുവരി 17-നായിരുന്നു ഹൂതി വിമതർ അബുദാബിയിൽ ആക്രമണം നടത്തിയത്. യുഎഇയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 6 വിഭാഗങ്ങൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ സൗജന്യമായി ലഭ്യമാക്കും. കുട്ടികളും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവർക്കാണ് സൗജന്യമായ വാക്സിൻ നൽകുന്നത്. യുഎഇയിൽ ഇനി മുതൽ സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ ദേശീയ പരിപാടിയുടെ ഭാഗമായിരിക്കുമെന്നും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇൻഫ്ലുവൻസ വൈറസ് പ്രതിരോധിക്കുന്നതിനായി ശക്തമായ നടപടിയാണ് യുഎഇ ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുക്കപ്പെട്ട 6 വിഭാഗങ്ങൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ സൗജന്യമായി നൽകുന്നത്. കുട്ടികൾ, വിദ്യാർത്ഥികൾ, ഗർഭിണികൾ, വിട്ടുമാറാത്ത രോഗമുള്ളവർ, തീർത്ഥാടകർ എന്നിവരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കരുതൽ ആവശ്യമുള്ള വിഭാഗങ്ങൾക്കാണ് വാക്സിൻ വിതരണത്തിൽ മുൻഗണന നൽകുന്നതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. റെസിഡൻഷ്യൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകൾ നീക്കം ചെയ്യാൻ നടപടിയുമായി കുവൈത്ത് ഭരണകൂടം. കുവൈത്ത് മുനിസിപ്പൽ കൗൺസിലാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്കൂൾ ഉടമകൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനായി 2028 വരെ സമയം അനുവദിക്കും. 2027-28 അധ്യയന വർഷം അവസാനിക്കുന്നതോടെ റെസിഡൻഷ്യൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ ലൈസൻസ് റദ്ദാക്കി പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് മുനിസിപ്പൽ കൗൺസിലിന്റെ തീരുമാനം. മുനിസിപ്പൽ കാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് അൽ മിഷാരി ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ പരിഷ്കാരം കുവൈറ്റിലെ നഗരാസൂത്രണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും താമസ സ്ഥലങ്ങളിലെ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്നുമാണ് വിലയിരുത്തൽ. രൂക്ഷമായ ഗതാഗതക്കുരുക്ക്, താമസക്കാരുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ കണക്കിലെടുത്താണ് പുതിയ പരിഷ്കാരം. NTV UAE to the world.